അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ക്ലാപ്പന ഓച്ചിറ. ഞാനിവിടെ ഇന്നൊരു വീഡിയോ ഇടാൻ കാരണം, നമുക്കറിയാം ഇന്ന് ഇറാനും അമേരിക്കയും ഇസ്രയേലും ആയിട്ടുള്ള ഏറ്റുമുട്ടൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ഹോർമുസ് കടലിടുക്ക്, അതിനെ സംബന്ധിച്ചാണ്. ഈ ഹോർമുസ് കടലിടുക്കെന്ന് പറയുമ്പോൾ അത് ആരുടേതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ രാജ്യത്തിനും ഓരോ അതിർത്തി ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാർ കേരളീയരാണ്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ നമുക്കറിയാം, അത് അറബിക്കടലാണെന്ന്. ഈ അറബിക്കടലെന്ന് പേര് വരാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ, നമ്മുടെ പടിഞ്ഞാറുള്ള കടലിൻ്റെ പേരെന്താണ്? ഭൂരിപക്ഷം ടീച്ചർമാർ പറയും അറബിക്കടലെന്ന് പറയും. അറബിക്കടലെന്ന് പറയാൻ കാരണമെന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഒരു തെക്കൻ സംസ്ഥാനമാണ്, തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തി എന്ന് പറയുമ്പോൾ കേരളത്തിനോടും ബോംബെ, കർണാടക, ഗുജറാത്ത് എന്നീ കടൽ, ആ കടലിനെല്ലാം നാം പറയുന്നത് അറബിക്കടലെന്നാണ്. നമ്മളൊരു ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ, അറബിക്കടലെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ പടിഞ്ഞാറ് വശത്തുള്ള കടലിന് അറബിക്കടലെന്ന് പേര് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് ഭൂരിപക്ഷം ടീച്ചർമാരും അതിന് മറുപടി പറയും, അറബിക്കടലായതുകൊണ്ട് അതിനെ അറബിക്കടലെന്ന് വിളിക്കുന്നു. എല്ലാ അധ്യാപകരും അങ്ങനെ പറയുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ചില ആളുകൾ, നാം എല്ലാവരും കൂടുതൽ അജ്ഞരാണ്. പടിഞ്ഞാറ് കിടക്കുന്ന നമ്മുടെ ഈ കടൽ അറബിക്കടലെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അറബിക്കടലായതുകൊണ്ട് അറബിക്കടലെന്ന് പറയുന്നു. ഇതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ആ രാജ്യത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. മനസ്സിലായോ? നമ്മൾ അറബിക്കടലെന്ന് പറയുമ്പോൾ അറേബ്യ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങൾ 3000 കിലോമീറ്ററിന് അപ്പുറം കിടക്കുകയാണ്. പേരെന്താണ്? അറബിക്കടലെന്നാണ്. അതെന്താ കാരണം? അറബ് രാജ്യങ്ങളുടെ കിഴക്ക് ഉള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ പടിഞ്ഞാറ്, ഈ നമ്മളെ കേരള തീരം മുതൽ അങ്ങോട്ടുള്ള അറബിക്കടൽ. അതുകൊണ്ടാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. അത് എത്ര ദൂരം, ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ ദൂരത്തോട്ട് പോയാലും അറബിക്കടലെന്നേ അതിന് പേര് പറയുകയുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി, ആ കടൽ ആ രാജ്യത്തിൻ്റെ, ആ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. അന്നേരം നമ്മുടെ സമുദ്രം എവിടെ കിടക്കുന്നു? ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് കിടക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് കിടക്കുകയാണ്.
കിഴക്കോട്ടുള്ള അതിർത്തിയാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതതിൻ്റെ കാരണം എന്നും പറഞ്ഞ് അറബിക്കടലാണെന്നും പറഞ്ഞ് അറബികൾ നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരത്ത് വന്ന് മീൻ പിടിക്കാൻ വന്ന അവരെ അറസ്റ്റ് ചെയ്യും. കാരണം ഓരോരുത്തർക്കും ഓരോ രാജ്യത്തിന് ഓരോ ജലാതിർത്തി അവകാശമുണ്ട്. 14 നോർട്ടിക്കൽ മൈൽ മുതൽ 200 നോർട്ടിക്കൽ മൈൽ വരെയാണ് ആ രാജ്യത്തിൻ്റെ അവകാശപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നമുക്ക് നമ്മുടെ രാജ്യത്തിന് അവകാശമുണ്ട്. അറബിക്കടൽ എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ പടിഞ്ഞാറ് ഭാഗത്തുള്ള 14 നോർട്ടിക്കൽ മൈൽ മുതൽ 200 നോർട്ടിക്കൽ മൈൽ വരെ മറ്റൊരു രാജ്യക്കാരൻ വന്നാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്, അവരെ തടയാൻ നിയമമുണ്ട്. അവരെ തടയും, അവരെ തടങ്കലിലാക്കാം. എന്താ? ഇന്ത്യയുടെ അതിർത്തിയിൽ അവർ പ്രവേശിച്ചുകൂടാ. അതാ അതിൻ്റെ കാരണം. ഒരു നോർട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852 മീറ്ററാണ്. ഒരു നോർട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852 മീറ്ററാണ്. അങ്ങനെ 14 നോർട്ടിക്കൽ മൈൽ മുതൽ 200 നോർട്ടിക്കൽ മൈൽ വരെയാണ് ആ കിഴക്കുള്ള രാജ്യത്തിന് അവകാശപ്പെട്ടത് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഹോർമുസ് കടലിടുക്ക്. അത് ഇറാൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. ഇറാൻ്റെ കിഴക്ക് വശത്തുള്ള കടലാണ്. 33 കിലോമീറ്റർ ദൂരത്തിലുള്ള വീതിയുള്ള കടലാണ്. 33 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണ്. അത് ഇറാൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതിനകത്തിൽ മറ്റൊരു രാജ്യക്കാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ഞങ്ങൾ അതിലേക്കൂടെ അങ്ങ് പോകും, ഞങ്ങളുടേതാണ് എന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ അവകാശമില്ല. പിന്നെ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ, ഒരു സ്നേഹത്തിൻ്റെ പേരിൽ പലരെയും കടത്തി വിടുന്നുണ്ട്. എണ്ണയും മറ്റ് സാധനങ്ങളുമൊക്കെ ഈ 33 കിലോമീറ്റർ വീതിയുള്ള ആ കടലിൽ കൂടി ഇറാൻ കടത്തി വിടുന്നുണ്ട്. അവരോട് ശത്രുതയില്ലാത്തവരെ അവർ കടത്തിവിടുന്നത്. അമേരിക്കയും ഇസ്രായേലിനെയും അവർ കടത്തിവിടത്തില്ലെന്ന് പറയുന്നത് കാരണം എന്താ? അവർ അനധികൃതമായിട്ട് അവരുടെ നേതാക്കന്മാരെ കൊന്നു. ആ കൊന്നത് വലിയൊരു തെറ്റാണ്. കാരണം അവരാരെ ആക്രമിക്കാൻ പോയില്ല. അമേരിക്കയുടെ CIA മേധാവി പറയുന്നു, ട്രംപ് കാണിച്ചത് അങ്ങേയറ്റം തെറ്റാണ്. കാരണം ഇറാൻ നമുക്ക് ഭീഷണി അല്ലായിരുന്നു. ഇറാൻ നമുക്ക് ഭീഷണിയല്ല. ഈ ഭീഷണി അല്ലാത്ത ഇറാനെ നമ്മൾ കയറി ആക്രമിച്ചത് തെറ്റാണ്. ട്രംപ് കയറി ആക്രമിച്ചത് തെറ്റാണ്. ഇസ്രയേലും ആക്രമിച്ചത് തെറ്റാണ്. അവരുടെ നേതാക്കന്മാരെ കൊന്നതും തെറ്റാണ്. ഭീഷണിയോ അല്ലെങ്കിൽ അവരുടെ ആക്രമണമോ ഉണ്ടാകുമ്പോഴല്ലയോ മറ്റൊരു രാജ്യത്തെ കയറി ആക്രമിക്കേണ്ടത്. ഇത് ഇറാൻ ആരെയും ആക്രമിച്ചില്ല. അനധികൃതമായിട്ട് അവരുടെ നേതാക്കന്മാരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊല്ലുകയാണ് ഇസ്രയേൽ ചെയ്തത്, അമേരിക്കയും കൂടെ ചേർന്ന്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അവരെല്ലാവരോടും സൗഹൃദമുള്ള രാജ്യമാണ്. ഇന്ത്യ ഉൾപ്പെടെ ഉള്ള പ്രാചീന കാലം മുതൽ ഇന്ത്യയായിട്ട് വ്യാപാര ബന്ധം
ഉള്ള ഒരു രാജ്യമാണ്. സൗഹൃദമുള്ളവരാണ്, സാഹോദര്യമുള്ളവരാണ്. അവരാർക്കും ഭീഷണിയല്ല. അവർ കുറച്ച് ആയുധം ഉണ്ടാക്കുന്നു, അത് ഇവർ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അവരായുധം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക്, ഇസ്രയേൽ പറയുന്നതാ, ഞങ്ങൾക്കത് ഭീഷണിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിച്ചത്. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ അയലത്ത് എന്തെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് നമുക്കെന്താ അതിനകത്തിൽ കാര്യം? എൻ്റെ അയലത്തുകാരൻ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഞാൻ എത്തി നോക്കേണ്ട കാര്യമില്ല. ഈ നെതന്യാഹു കണ്ടെത്തിയത് ഞങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയാണ്. ആര്? ഇറാൻ. അതുകൊണ്ട് അവർ അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല, സൂപ്പർസോണിക് മിസൈലുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ബാലിസ്റ്റിക് മിസൈലുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ആ കാരണം പറഞ്ഞാണ് അവർ ആക്രമിക്കുന്നത്. അതിൻ്റെ ഫലമെന്താ? ഫലസ്തീനെ കയറി അനധികൃതമായിട്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിച്ച് അവിടുത്തെ എല്ലാ കുഞ്ഞു കുട്ടികളെ എല്ലാത്തിനെയും കൊല്ലുകയും അംഗവൈകല്യപ്പെടുത്തുകയും അവരുടെ കെട്ടിടങ്ങളെല്ലാം തകർത്ത് കളയുകയും ചെയ്തു. അതേ ഒരനുഭവം ഇസ്രയേലിന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. എന്താണെന്നറിയാമോ? ആ കുഞ്ഞുങ്ങളുടെ, ആ നാട്ടുകാരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്. ഇതാർക്കും സഹിക്കുന്ന ഒരു പദ്ധതിയല്ല. അതിനൊക്കെ അമേരിക്ക കൂട്ടായിരുന്നു. അല്ലെങ്കിൽ നിർത്തട എന്നും പറഞ്ഞ് നിർത്തിക്കണമായിരുന്നു. ആ രാജ്യം മൊത്തവും അടിച്ച് തകർത്ത് തൊലച്ച് കളഞ്ഞു. അതിൻ്റെ ഫലം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു 430 കിലോമീറ്റർ നീളവും 110 കിലോമീറ്റർ വീതിയുമുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഇറാൻ അടിച്ച് പൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള 90% ആളുകളും ഇറാൻ്റെ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ്. കാരണം അവരുടെ നേതാക്കളെ വെറുതെ കൊന്ന് അതിനുള്ള തിരിച്ചടിയാണ്. മറ്റൊരു രാജ്യക്കാർ ഇതിനകത്തിൽ കയറി ഇടപെടാൻ പറ്റത്തില്ല. ശരിയല്ലേ? അവരുടെ ആത്മീയ നേതാവ് ഉൾപ്പെടെ 49 പേരെയാണ് ഇപ്പോൾ അവർ കയറി ഒറ്റയടിക്ക് കൊന്നത്. അവർക്ക് വർമ്മ ചികിത്സ അറിയാമെന്ന് പറഞ്ഞ് വർമ്മത്തിൽ കയറി വല്ലവൻ്റെ കയറി പിടിക്കാൻ പറ്റുമോ? തെറ്റല്ലയോ? ഇസ്രയേൽ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് വർമ്മം അറിയാം, വർമ്മത്തിൽ കയറി അടിക്കാനറിയാം, ഉന്നം വെച്ച് അവരുടെ നേതാക്കന്മാരെ കൊല്ലാനറിയാം. നമ്മൾ നമ്മുടെ അയലത്തുകാരെ ആരെങ്കിലും അങ്ങനെ കയറി നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്, വെട്ടുകത്തിയോ വിജാത്തിയോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കയറി കൊല്ലാൻ പറ്റുമോ? അത് ശരിയാണോ? ആക്രമിക്കാൻ പറ്റുമോ? അതൊന്നും ന്യായീകരണമല്ല, അതൊന്നും ന്യായീകരിക്കത്തില്ലാരും. അതിൻ്റെ ഫലം അത്യാധുനിക മിസൈൽ വെച്ച് അവരുടെ മിസൈലിൻ്റെ വലിയ കോട്ടകളാണ് അവർ നിർമ്മിച്ചു വെച്ചിരുന്നത്. അതെല്ലാം കൂടെ എടുത്ത് ഇസ്രയേലിൻ്റെ തലയിലോട്ട് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി അവിടുത്തെ ജനങ്ങളും അംഗവൈകല്യമാകുകയും മരിച്ചുകൊണ്ടേയിരിക്കുക. എന്തിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? ഇതിനാവശ്യമില്ല, ആവശ്യമില്ലാത്തൊരു പ്രവൃത്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ട്രംപ് പറയുന്നു ഞാൻ ഹോർമുസ് കടലിടുക്ക് ഞങ്ങളതിലേ പോകും എന്ന് പറയാൻ ട്രംപിന് അധികാരമില്ല. കാരണം അവരുടെ ജലാതിർത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹോർമുസ് കടലിടുക്ക് 33 കിലോമീറ്റർ വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്, ഇറാമിൻ്റെ അധികാരമാണ്. ഇറാൻ്റെ അധികാരത്തിൽ വേറൊരു രാജ്യക്കാർക്ക് പറ്റത്തില്ല, ഇന്ത്യക്കും പറ്റത്തില്ല. പിന്നെ ഇന്ത്യയോടൊക്കെ അങ്ങനെ ഞങ്ങളങ്ങനെ പോകുമെന്നും പറയുന്നതല്ല, ഇന്ത്യയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും അല്ലാത്ത എല്ലാ രാജ്യങ്ങളും നിങ്ങൾ പൊയ്ക്കോളാൻ എന്നാണ് പറഞ്ഞത്. അത് അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്, സൗഹൃദത്തിൻ്റെ ഭാഷയിലാണ്. അല്ല അമേരിക്ക പറയും ഞങ്ങളങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ അവർ ആക്രമിച്ചിട്ട് ഇനി ഞങ്ങളങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ അവർ വിടത്തില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ന്യായമാണ്. കാരണം എന്താ? അവരുടെ ജലാതിർത്തിയാണ്.
അവരുടെ ജലാതിർത്തിയിൽ കയറിയാൽ അവരെല്ലാത്തിനെയും കൊന്നുകളയും. ഇറാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇറാൻ്റെ ആയുധമൊക്കെ കൂടുതലാണ്. ഇറാനെ വെറും നിസാരവൽക്കരിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും നാശത്തിൻ്റെ വക്കിലെത്തിയത്. ഇസ്രയേൽ അവരെ മോശമായിട്ട് കണ്ടപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കിയത് ഞങ്ങളാണ് ലോകത്തിലെ അങ്ങ് ഉന്നതർ, ഞങ്ങളുടെ കയ്യിൽ അയൺ ഡോമുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ആകാശത്തുള്ള ഒന്നും ഞങ്ങളുടെ രാജ്യത്തേക്ക് വീഴത്തില്ല എന്നായിരുന്നു അവരുടെ ഒരു ചിന്താഗതി. ഒരായുധവുമില്ലാത്ത ഫലസ്തീനികൾ അവർ കല്ലുകൊണ്ടാണ് ഈ ഇസ്രയേലിനെ നേരിട്ടുകൊണ്ടിരുന്നത്. അവരുടെ പാറ്റൻ ടാങ്ങിനെയും മറ്റുള്ളതിനെയെല്ലാം. മനസ്സിലായോ? അതുപോലെ ഈ ഫലസ്തീനെ കണ്ടതുപോലെ വെറും പുച്ഛമായി ഇറാനെ കണ്ടപ്പോൾ ഇറാൻ കയറി അടിച്ച്, ഇറാൻ്റെ അടി ഇസ്രയേലിനെ തടുക്കാൻ സാധ്യമല്ല. ഇസ്രയേലിന് ലോകത്തെ ഒരു വൻ ശക്തികളിൽപ്പെട്ടതാണ് ഇറാൻ. ഞാൻ ഇറാനെ ന്യായീകരിക്കലല്ല. ഇറാൻ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ആയുധങ്ങൾ ഉണ്ടാക്കി, ആയുധ ഫാക്ടറികൾ ഇഷ്ടം പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഗോഡൗണിൽ. മനസ്സിലായോ? അന്നും പറഞ്ഞ് അവർ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആരുടെയും നെഞ്ചത്ത് കയറിയില്ല. ഈ ഇറാൻ്റെ ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ എല്ലാവരും കൊന്ന്. മനസ്സിലായോ? അവരുടെ നേതാക്കന്മാരെ എല്ലാം കൊന്ന്. എന്നിട്ടും അവർ സഹിച്ച്, എന്നിട്ടും അവർ പ്രതികാരം ചെയ്തില്ല. പിന്നെ മുമ്പ് 2 പ്രാവശ്യം ആക്രമണം നടത്തി. അന്നേരവും ഈ നെതന്യാഹുവിന് മനസ്സിലാക്കാൻ കഴിയില്ല. അന്നേരവും മനസ്സിലാക്കി ഇറാൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ വീണ്ടും വേണ്ടാത്ത ഒരു വഴക്കിന് അവർ ചെന്നതാണ്. ഇറാൻ്റെ അടുത്ത് ചെന്നാൽ അവരെ കൊന്നേ വിടത്തുള്ളൂ. ലോകത്തിലെ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കഴിവുള്ളതും ടെക്നോളജി കൂടുതൽ ഉള്ളതും ഇറാനാണ്. ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് അവർ ആരുടെയും തോളെ കയറാൻ ചെന്നിട്ടില്ല. അവർ ഇസ്രയേലിൻ്റെ ഒരാളിനെയും കൊന്നിട്ടില്ല മുമ്പ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ അവർ ആക്രമിക്കുന്നു? അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇപ്പം ഹോർമുസ് കടലിടുക്കിൽ കൂടി അങ്ങോട്ട് കയറും. ഇറാന് ഞങ്ങളെ തടയുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. ഇപ്പം ട്രംപിന് അനക്കമില്ല. കാരണം ട്രംപിന് അവകാശമില്ല. അമേരിക്ക നിയമം പഠിച്ചതാണെങ്കിൽ, ഒരു നിയമമെന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, അതെല്ലാവർക്കും ബാധകമാണ്. ആ നിയമം വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്ക് 33 കിലോമീറ്റർ വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് അത് ഇറാൻ അധികാരപ്പെട്ടതാണ്. അവിടെ ആർക്കും കയറാൻ പറ്റത്തില്ല. ലോകത്തിലെ 30% ഇന്ധനവും ഈ ഹോർമുസ് കടലിടുക്കിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ, അമേരിക്കയിലേക്കുമൊക്കെ. എന്നിട്ട് അവർ തടഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ നികുതി ചുമത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ജലപാതയിൽ കൂടി വരുന്നവർക്ക് ഞങ്ങളൊരു ചുങ്കം, ഞങ്ങൾ അവരിൽ നിന്നും ഒരു തുക പിടിക്കും. കാരണം ഞങ്ങളുടെ ജലാതിർത്തി കൂടെ പോകുന്നതാണ്. മുമ്പ് അതില്ലായിരുന്നു. ഇതൊക്കെ അമേരിക്കയും ഇസ്രയേലും ആക്കി തീർത്ത സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതാണ് അവസ്ഥകൾ. അന്നേരം ചുരുക്കം പറഞ്ഞാൽ ഈ ജലാതിർത്തി ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റേതാണ്. ആർക്കും അധികാരപ്പെടാൻ പറ്റത്തില്ല. അവർ വിടുന്നെങ്കിൽ വിട്ട്, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതിനകത്ത് ആർക്കും കയറി ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പോവാം. അവരുടെ ന്യായമാണ് പറഞ്ഞത്. അമേരിക്കയും ഇസ്രയേലും അല്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും നിങ്ങൾക്ക് പോകാം അതുവഴി. പക്ഷേ
ഇനി ഞങ്ങൾക്ക് നികുതി വേണം, നികുതി വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് ഫീസ് കരസ്ഥമാക്കിയിട്ടേ ഞങ്ങൾ അങ്ങോട്ട് കപ്പൽ കടത്തി വിടുകയുള്ളൂ. ഇതിനെല്ലാം കാരണക്കാർ ഇസ്രയേലും അമേരിക്കയാണ്. നമുക്കറിയാം, ഈ ആക്രമണത്തോടു കൂടി ട്രംപ് പറഞ്ഞ പിറ്റേന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ഇറാനുമായിട്ട് ഇനി ചർച്ച ചെയ്യാമെന്ന്. മനസ്സിലാക്കണം, 49 ഉന്നത നേതാക്കന്മാരെ കൊന്ന്, മനസ്സിലായോ? അവരെ കൊന്നതിന് ശേഷം പറയുകയാണ്, തൊട്ട് പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, ഇനി ഇറാനുമായിട്ട് നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞ് വേണ്ട, ഞങ്ങളിതിന് പ്രതികാരം ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് ചർച്ചയാകാം. ഒരു ചർച്ചയ്ക്ക് വിളിക്കാവുന്ന തൊട്ട് പിറ്റേന്ന് അവരുടെ ആയത്തുള്ള ഖുമൈനി ഉൾപ്പെടെ എല്ലാവരെയും കൊന്നിട്ട് അവർ പറയാം പിറ്റേന്ന് ചർച്ച വെച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാനുമായിട്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിവില്ല, പക്വതയില്ല. അറിവുള്ള ഒരാൾ അങ്ങനെ സംസാരിക്കത്തില്ല. ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരു കൃത്യതയുണ്ട്. ഞങ്ങളിപ്പോൾ ആക്രമിക്കും, ഇപ്പോൾ ആക്രമിക്കത്തില്ല, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിരട്ടലേ ഉള്ളൂ. ഒരു പ്രസിഡൻറ്റിന് യോജിച്ചൊരു ഭാഗമല്ല, പറഞ്ഞതാ. അതുകൊണ്ടെന്താ, ലോകരാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കയുടെ ആ പദവി, അമേരിക്കയുടെ പവർ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റേതാണ്. അവിടെ ആർക്കും അധികാരമില്ല, മറ്റാർക്കും അവകാശമില്ല. പിന്നെ അവർ ഔദാര്യത്താൽ വിടുന്നതാണ്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഔദാര്യമായിട്ട് എല്ലാവരും കടന്നു പോകാമെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ.